ഹലോ ഓൾ, പല ആൾക്കാർക്കും ഉള്ള ഒരു സംശയമാണ് ഫേസ്ബുക്കിൽ പ്രൊഫൈലാണോ അല്ലെങ്കിൽ പേജ് ആണോ നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ബെറ്റർ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കും പ്രൊഫൈലാണോ ബെറ്റർ അല്ലെങ്കിൽ പേജ് ആണോ ബെറ്റർ. ഒരു ഫേസ്ബുക്കിൽ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒന്നാണ് ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ. ഓക്കെ, അത് നമ്മളുടെ പേര് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കും. ഉദാഹരണത്തിന് ഈ ഒരു പേര് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. നിങ്ങളുടെ പേഴ്സണലായിട്ട്, അതായത് വ്യക്തിപരമായിട്ട് നിങ്ങളൊരു ബ്രാൻഡായിട്ട് നിങ്ങളുടെ കണ്ടന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ തുടങ്ങാൻ സാധിക്കുന്നതായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഒരു ബ്രാൻഡിനെ നിങ്ങൾ കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റിന് തന്നെ ഒരു ബ്രാൻഡ് ആക്കിയിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതല്ലാതെ പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ ഒരു ടീം വർക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളിൽ നിന്നൊരു പേരിനെ നിങ്ങൾ ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങൾ പ്രൊഫൈലായിരിക്കും ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഇതിപ്പോ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ നമുക്ക് പേജ് തുടങ്ങാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ആരോ മാർക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളുടെ പ്രൊഫൈല്. ഓക്കെ, നമുക്ക് പ്രൊഫൈൽ ഇപ്പൊ നിലവിൽ പല ആൾക്കാരും പ്രൊഫൈലും പേജൊക്കെ ആയിട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു 3 ഡോട്ട് ഉണ്ട്. ഈ 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ അത് പേജിലാണ് നിങ്ങൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേജ് സ്റ്റാറ്റസിന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഒരു പ്രൊഫൈൽ ആദ്യം തുടങ്ങി അതിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് പേജ്. നിങ്ങൾ ഒരു വ്യക്തിപരമായിട്ടാണ് നിങ്ങളുടെ കണ്ടന്റിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പേരിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ തന്നെ മതിയോ. അതല്ലാതെ നിങ്ങളൊരു ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേജ് ആയിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഒരു ഷോപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടീം വർക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കണ്ടന്റിന്റെ ഒരു ബ്രാൻഡായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം അങ്ങനെയുള്ള വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പ്രൊഫൈലും പേജും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഈ പ്രൊഫൈലിൽ നമുക്ക് 5000-ഓളം ഫ്രണ്ട്സിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പേജിൽ സാധിക്കില്ല. പേജിൽ ഓൺലി ഫോളോവേഴ്സ് മാത്രമായിരിക്കും വരുന്നത്. ഈ പ്രൊഫൈലിലും ഫോളോവേഴ്സിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഫ്രണ്ട്സിനെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. പേജിൽ അത് സാധിക്കില്ല. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിന്റെ ആക്സസ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ പേജിന്റെ ആക്സസ്, അതായത് നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ തിരക്കായിപ്പോയി, നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേജിന്റെ ആക്സസ് നിങ്ങൾ മറ്റൊരു ക്രിയേറ്ററിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ വിശ്വസ്തരായ ഏതെങ്കിലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ആക്സസ്, നിങ്ങളുടെ അതിന്റെ ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവർക്കും അവര് നിങ്ങളുടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്കും കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ പ്രൊഫൈലിനെ അങ്ങനെ സാധിക്കില്ല. പ്രൊഫൈൽ മറ്റുള്ളവർക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അതല്ലാതെ നിങ്ങളുടെ ആക്സസ് മൊത്തമായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈലിൽ നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് ലഭ്യമല്ല, പക്ഷെ പേജിൽ ലഭ്യമാണ്. അതായത് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ ഒരുപാട് ടൂൾസുകളുണ്ട്. ഈ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന തമ്പനെയില്, അതുപോലെ തന്നെ ക്യാപ്ഷന്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷന്, അതുകൂടാതെ പലതരത്തിലുള്ള നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ടൂളുകൾ നമുക്ക് ലഭ്യമാണോ, ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് ലഭ്യമാണോ, അതൊക്കെ നമുക്ക് പേജിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷെ പ്രൊഫൈലിൽ ഈ പേജിൽ ലഭ്യമുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് പ്രൊഫൈലിൽ ലഭ്യമല്ല. ഈ ഒരു വ്യത്യാസവും കൂടി ഉണ്ട്. പിന്നെ മോണിറ്റൈസേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ രണ്ടിലും നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് പോലെ ആയിരിക്കും, നിങ്ങളുടെ ആക്റ്റീവ് പോലെ ആയിരിക്കും ഈ രണ്ടിലും മോണിറ്റൈസേഷൻ. പ്രൊഫൈലിലും നമുക്ക് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇത് പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ്. നിലവിൽ എൻ്റെ പ്രൊഫഷണൽ മോഡ് ഓണിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രൊഫഷണൽ മോഡ് ഓണിൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് റീലും ടെക്സ്റ്റും ഫോട്ടോ ലൈവ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ ടൂൾസുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കണ്ട,
അതേപോലെ തന്നെ പേജ് എന്തായാലും നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ പേജ് ക്രിയേറ്റ് ആക്കുന്നത്. അപ്പോൾ പേജിലും നമുക്ക് ഈ മോണിറ്റൈസേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതാണ്. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, നമ്മൾ എന്തായാലും പേജിൽ മാത്രം നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും, പ്രൊഫൈലിൽ സാധിക്കില്ല എന്ന് പറയാറുണ്ട്. അത് തീർച്ചയായും തെറ്റായ കാര്യമാണ്. രണ്ടിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിന്റെ കാര്യത്തിലും രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും രണ്ടിലും ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൺസിസ്റ്റൻസി, അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിലായാലും പേജിലായാലും നിങ്ങളുടെ അക്കൗണ്ടിന് ഗ്രോത്ത് സംഭവിക്കുന്നത്. ഇതിൽ നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ തന്നെ മതിയാവും. അതായത് നിങ്ങളുടെ വ്യക്തി എന്നൊരു പേരിൽ നിങ്ങളൊരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു ടെക് പേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടീച്ചറോ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ മതിയാവും. അതല്ലാതെ നിങ്ങളൊരു ബ്രാൻഡിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് ബ്രാൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട റീൽ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് നിങ്ങളൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പേജ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അതല്ലാതെ നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊഫൈലിൽ മുന്നോട്ട് കൊണ്ടുവന്നായിരിക്കും നല്ലത്. ഇനി ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിപ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് പ്രൊഫൈലുണ്ട്, അതുപോലെ തന്നെ പേജും ഉണ്ട്. പ്രൊഫൈലും എൻ്റെ മോണിറ്റൈസേഷൻ ആയതാണ്, അതായത് CM ടൂളിൽ ലഭിച്ചതാണ്. പേജിലും എനിക്ക് CM ടൂളിൽ ലഭിച്ചതാണ്. രണ്ടിലും ഏണിങ്സും ലഭിക്കുന്നുണ്ട്. രണ്ടും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ, രണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളൂ. അതല്ലാതെ രണ്ടും നമുക്ക് ഒരുമിച്ചിട്ട് കൊണ്ടുപോയി കൂടാ, അങ്ങനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.